ഇന്ന് യുദ്ധത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യമേ പറയട്ടെ, ഇവിടെ പറയുന്നത് എല്ലാം എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ ഹെൽപ്പോടുകൂടി മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. റിസ്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ്സ് സ്റ്റഡി പർപ്പസിനാണ്. അത് നിങ്ങൾക്ക് കേൾക്കാം. ഇന്ന് ഒരു ഫോളിംഗ് നൈഫ് ആയിരിക്കും മാർക്കറ്റ് എന്നാണ് പറഞ്ഞത്. അത് പിടിക്കരുത് എന്നാണ് തിയറി. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കുകൾ കുറഞ്ഞ വിലയ്ക്ക്, അതായത് നല്ല വാല്യുവേഷനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വില മാത്രമല്ല അതിന്റെ PE പെഗ് അങ്ങനത്തെ എല്ലാ പാരാമീറ്റേഴ്സും നോക്കണം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങണം എന്നുള്ളതാണ് വേറൊരു തിയറി. ഇന്ന് ഓട്ടോ സ്റ്റോക്സ് 2.19 താഴെ വന്നിട്ടുണ്ട്. FMCGയും വന്നിട്ടുണ്ട് 2.15. പക്ഷെ ഓട്ടോ സെക്ടറിൽ തന്നെ കഴിഞ്ഞ മാസം ഏറ്റവും നല്ല സെയിൽസ് ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആകെ മൊത്തം എടുത്താലേ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും പലതല്ല മിക്ക നല്ല സ്റ്റോക്കുകളും നല്ലൊരു വാല്യുവേഷൻ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ഒന്ന് നല്ല ഡിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് വാങ്ങുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം വേറൊരു വാർത്ത വരുന്നത്, പ്രൈം മിനിസ്റ്റർ കാനഡ ഇവിടെ ട്രേഡ് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്പീച്ചസ് ആണ് ഇപ്പം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. കാനഡ നന്നായിട്ട് അവരുടെ പെൻഷൻ ഫണ്ട് എല്ലാം നമ്മുടെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അവർ എനർജി, റെയർ എർത്ത്, ഫാർമ തുടങ്ങിയ, പിന്നെ ന്യൂക്ലിയർ, യുറേനിയം, ആ രീതിയിലൊക്കെ നമ്മളുമായിട്ട് ട്രേഡ് നടത്തുന്നതാണ്. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ട്രേഡ് പാക്ട് നമ്മുടെ സ്റ്റോക്സിനെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമേരിക്കയോളം വരികയില്ലെങ്കിലും നമുക്ക് പോസിറ്റീവ് ന്യൂസ് ആണത്. താങ്ക് യു. ഷെയർ ചെയ്യുക, ലൈക്ക്